Every city has its ghosts. Not the ones that haunt stories, but the ones that walk among us. Unseen, unheard, until they vanish completely. Kochi, a city of lights and shadows. The waves crash against its shores. The streets pulse with life, but in its hidden corners, silence lingers. ഒരു ഡെഡ് ബോഡി കണ്ടതായിട്ടോ കാണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോർമേഷൻ കിട്ടും. ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ ആ ഇൻഫോർമേഷൻ ശരിയായിരിക്കാം തെറ്റായിരിക്കാം. അപ്പോൾ അത് ആദ്യം നമ്മൾ വെരിഫൈ ചെയ്യണം. ഇൻഫോർമേഷൻ വെരിഫൈ ചെയ്തിട്ട് സത്യമാണെന്ന് കണ്ടെത്തിയിട്ട് നമ്മളത് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. Every year in the heart of Kerala, countless lives fade into oblivion. Unseen, unnamed, unclaimed. Between 2008 and 2024, over 1,100 bodies arrived at government hospitals. In Ernakulam alone, nearly 600 souls remained without a name, their stories lost to time. Between 2017 and 2021, 267 unidentified bodies were recorded in just one hospital. സംഭവം കൃത്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് GD എൻട്രി നമ്മൾ ഇടും. ജനറൽ ഡയറി ഉണ്ട്, ഓരോ പോലീസ് സ്റ്റേഷനിലും സൂക്ഷിക്കുന്ന ഡയറിയാണ് ജനറൽ ഡയറി. ആ GD എൻട്രി ഈ ഇൻഫർമേഷൻ വന്ന സംഭവം നമ്മൾ അതിൽ രേഖപ്പെടുത്തും. അതിനുശേഷം പോലീസ് പാർട്ടി അവിടുത്തെ SHO ഉൾപ്പെടെയുള്ള DOSP ഉൾപ്പെടെയുള്ള സംഘം കൃത്യസ്ഥലത്തെത്തിയിട്ട് ഈ ബോഡിക്ക് സീൻ ഗാർഡ് ഇടും. ആദ്യം മറ്റുള്ള ആൾക്കാർ വന്ന് കയ്യേറിനി തെളിവുകൾ നശിപ്പിക്കാനോ മറ്റുള്ള രീതിയിൽ നമുക്ക് ദുർബലപ്പെടുത്താനായിട്ടോ അന്വേഷണത്തിനെ ദുർബലപ്പെടുത്താനായിട്ടോ ആ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് ബോഡിക്ക് സീൻ ഗാർഡ് ഇടും. അതിനുശേഷം സീൻ മഹസർ തയ്യാറാക്കും. മഹസർ തയ്യാറാക്കിയതിന് ശേഷം ആണ് പോലീസ് പാർട്ടി ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത്. ചേച്ചി ഇപ്പൊ വണ്ടി വിട്ടേക്കാം. IC വണ്ടിയല്ലേ? ചേച്ചി ഇപ്പൊ വണ്ടി വിട്ടേക്കാം. നമുക്ക് ചില സമയങ്ങളിൽ പലപ്പോഴും പല കോളുകളും വരാറുണ്ട്. ചിലത് വിളിക്കുമ്പോൾ നമുക്ക് ആകെ കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അൺനോൺ ബോഡി എന്ന് പറഞ്ഞായിരിക്കാം നമുക്ക് ചിലർ വിളിക്കുന്നത്. വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാൻ പറ്റത്തില്ല. നമ്മളവിടെ ചെന്നതിന് ശേഷം ചില ബോഡികൾ നമുക്ക് കാണുമ്പോൾ പഴക്കങ്ങളുള്ളതുണ്ട്. ചിലപ്പോൾ മരിച്ച് 24 മണിക്കൂർ ഒക്കെ കഴിഞ്ഞതായിരിക്കാം. അപ്പം ആ സമയത്ത് നമുക്കൊരു പെട്ടെന്ന് ബോഡി എന്താണെന്നുള്ളത് അറിയാത്തതുകൊണ്ട് ബോഡി ഡെത്ത് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരെ ഹോസ്പിറ്റലിലോട്ടായിരിക്കും ബോഡി നമുക്ക് മാറ്റേണ്ടി വരുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷമായിരിക്കും നമുക്കത് ബാക്കിയുള്ള പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ പോലീസുകാർ അറിയിക്കണം, പിന്നെ പാർട്ടി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പഞ്ചായത്തിൻ്റെ ആരാണോ അതുവരെ അറിയിക്കുക. അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ പ്രൊസീജിയറുകളുണ്ട്. അതിനുശേഷം മോർച്ചറിയിലോട്ട് മാറ്റുക. പിന്നെ ആ ബോഡിയിൽ നിന്നും എന്തെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ എന്തെങ്കിലും അഡ്രസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് ആ ബോഡിയെ കുറിച്ച് നമുക്ക് അന്വേഷിക്കണം. ആരാണ് ഉറ്റവരും ഉടയവരും ആരെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ പോത്തോളൂ. അപ്പോൾ ഈ ആംബുലൻസ് ബില്ലിൽ വന്നേ പിന്നെ അനേകം ബോഡികൾ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പലരും ചിലപ്പോൾ ഉടയവരോ ഒറ്റവരോ ഇല്ലാത്തവരായിരിക്കാം, ചിലപ്പോൾ ഉള്ളവരായിരിക്കാം, ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത ബോഡികളായിരിക്കാം. അപ്പോൾ അതെടുക്കുമ്പോൾ നമുക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം അവരും മനുഷ്യരാണ്, നമ്മളെപ്പോലെ തന്നെ കൈയും കാലുമുള്ള ആളുകളാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇത് കാണുക എന്ന് പറയുന്നത് പിന്നെ മനക്കരുത്തുള്ളതുകൊണ്ട് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു കാലത്ത് ചിലപ്പോൾ നല്ല രീതിയിൽ ജീവിച്ച ആളുകളായിരിക്കാം ഇപ്പോൾ ഉറ്റവരോ ഉടയവരോ ഇല്ലാതെ റെയിൽവേ ട്രാക്കിൽ നിന്നോ അല്ലെങ്കിൽ ഓടകളിൽ നിന്നോ അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ നിന്നോ ഒക്കെ കിട്ടുന്നത്. അത് എടുക്കുക എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കാരെയോ അതുപോലെയുള്ള ആൾക്കാരുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് ഓടി മറിയും. ഇത് കഴിഞ്ഞ്
ഇതുപോലെ തന്നെ ആഹാരം കഴിക്കാതിരിക്കുമ്പോഴാണെങ്കിലും ഇവരുടെ മുഖം അല്ലെങ്കിൽ ഈ ശരീരഭാഗങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടി മറിയും. അപ്പോൾ ഇതൊരു മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. എങ്കിലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് മുന്നോട്ട് പോകുന്നു. Each one a life once lived, now reduced to a number in a forgotten ledger. All that is left behind are questions. നാട്ടിലൊരു പഴമൊഴിയുണ്ട്, നമ്മളെയൊക്കെ കാണുമ്പോൾ കളിയാക്കിയാണെങ്കിലും നാട്ടുകാർ പറയാറുണ്ട്, നിന്നെക്കൊണ്ടൊന്നും ഒരു ഗുണമില്ല, നിനക്കൊരു വിലയില്ല. പക്ഷേ മരണപ്പെട്ട് കഴിഞ്ഞാൽ മൃതശരീരത്തിന് സംസ്ഥാന സർക്കാർ തന്നെ ഒരു വിലയിട്ടിട്ടുണ്ട്, 40,000 രൂപ. കഴിഞ്ഞ 2020 ജാനുവരി 1 മുതൽ 2023 ഡിസംബർ 31 വരെയുള്ള 4 വർഷ കാലയളവിൽ 77ഓളം അനാഥ മൃതശരീരങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ ലഭിച്ചതായിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ വിവരാവകാശ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമായിട്ടുണ്ട്. ഈ ജനറൽ ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന അനാഥ മൃതശരീരങ്ങൾ മറ്റ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളും മറ്റ് സർക്കാർ മെഡിക്കൽ കോളേജുകളും അപേക്ഷ നൽകിയതിന് ശേഷം സർക്കാരിൻ്റെ നിയമപരമായിട്ടുള്ള നടപടികളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ടാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള 40,000, 30,000 രൂപ വില നിശ്ചയിച്ച ഒരു ബോഡിക്ക് അത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ അടച്ചതിന് ശേഷമാണ് ആ മൃതശരീരം അപേക്ഷ നൽകിയിട്ടുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്കോ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾക്കോ ലഭിക്കുന്നത്. കഡാവർ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ബോഡി മെഡിക്കൽ എഡ്യൂക്കേഷനിൽ വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. അതായത് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഡോക്ടർ ആവുന്ന ആ ഒരു ഫേസിൽ വളരെ ഒരു മെയിൻ കോഴ്സാണ് ഈ ഡെഡ് ബോഡി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പേഷ്യൻസിനെ കണ്ട് പരിചരിച്ച് ഒരു ഡോക്ടറാവുക എന്നുള്ള മനസ്സോടെ നമ്മൾ പോകുമ്പോൾ ആദ്യം ഒരു ഡെഡ് ബോഡിയാണ് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ ഡെഡ് ബോഡിയാണ് നമ്മുടെ ഒരു ടീച്ചർ പോലെ പിന്നീട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതായത് ഡെഡ് ടീച്ചേഴ്സ് ദ ലിവിങ് എന്നുള്ളൊരു കോൺസെപ്റ്റോടെയാണ് നമ്മൾ ഈ ഡെഡ് ബോഡീസിനെ കാണുന്നത്. നമ്മുടെ ഇന്ത്യ പോലത്തുള്ള വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ റിയൽ ബോഡീസ് അവരെ ഡിസെക്റ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കാറുള്ളൂ. പല ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനും റിയൽ ബോഡീസ് ഡിസെക്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടാറില്ല. അവർ ഡമ്മീസിലാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു കഡാവറിക് ബോഡിയും ഒരു ഡമ്മിയിലും രണ്ടും ഡിസെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമുള്ള രണ്ട് എക്സ്പീരിയൻസാണ് കിട്ടുന്നത്. ഈ ഒരു കഡാവറിൽ ഓരോരോ കഡാവറും എല്ലാം തന്നെ വളരെ ഡിഫറെൻ്റാണ് അവരുടെ ബോഡി ശരീരഘടന ഉള്ളത്. ഓരോ നെർവ്, വെയിന്, അങ്ങനെ അതുപോലെ ആർട്ടറി, മൂന്നും എല്ലാം ഓരോ കഡാവറിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് സ്ട്രക്ചറലി അത് ഉണ്ടായേക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ബോഡി വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നോക്കണത് എന്താണ്, ആരെങ്കിലും വന്ന് കൊണ്ടുപോകും എന്നുള്ളതാണ്. ചില കേസുകളിലൊക്കെ നമ്മൾ മാക്സിമം നോക്കും, റെക്കോർഡ് പരിശോധിച്ചും പിന്നെ പോലീസുകാരൊക്കെ വന്നിട്ട് അവരുടേതായ രീതിയിലൊക്കെ ഓരോ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് നോക്കും. പക്ഷെ എന്നാലും ചില സമയത്ത് അതിൻ്റെ ആരും വരാത്ത ബോഡികൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ അവസാനം വന്നത് ഒരു 10-40 വയസ്സൊക്കെ തോന്നിക്കുന്ന ഒരാൾ ആക്സിഡൻറ്റ് വിട്ട് മരിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആളുടെ ബോഡി പരിശോധിച്ചപ്പോൾ പേഴ്സുമില്ല, വേറെ അടയാളങ്ങൾ നോക്കാനുള്ള വേറെ വസ്തുക്കളൊന്നുമില്ല, ID കാർഡോ മാല അങ്ങനെ ഒന്നുമില്ല. ആളുടെ ആകുള്ളത് ഒരു ചോലറിൻ്റെ ഷർട്ടും ഒരു ജീൻസ്. അത് വെച്ച് നമ്മളിവിടെ കുറേ ദിവസം നോക്കി, പിന്നെ പോലീസുകാർ അവരുടേതായ രീതിയിലൊക്കെ അന്വേഷിച്ച്, പക്ഷെ ആരും വന്നില്ല. അതങ്ങനെ ഒരു അനാഥ മൃതദേഹമായിട്ട് അതും പോയി. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. ഇങ്ങനെ മരണപ്പെട്ടവരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ഒരു പ്രതീക്ഷയിൽ ആരെങ്കിലും ഇവിടെ നിന്ന് അവരെ വന്ന് കൊണ്ടുപോകുന്നുള്ള, പക്ഷേ പ്രതീക്ഷകൾ പെട്ടെന്ന് മരിക്കണൊരു സ്ഥലമാണിത്. And so the city breathes, the streets move on, and the world forgets. Another life erased, another name never spoken, another soul lost in the silence. But silence is never truly empty.
It carries the echoes of the forgotten. It holds the weight of questions unanswered, of dignity denied, of stories untold. They are not gone. Perhaps they still linger. But do we remember? Do we even look? Or will the next unclaimed soul vanish just as easily?